കേരള വെറ്റിനറി സർവകലാശാല വൈസ് ചാൻസലർ എം.ആർ. ശശീന്ദ്രനാഥിനെ സസ്പെൻഡ് ചെയ്തത് സ്വാഗതം ചെയ്ത് കൊല്ലപ്പെട്ട സിദ്ധാർത്ഥിന്റെ പിതാവ് ജയപ്രകാശ്. ഗവർണർക്ക് നട്ടെല്ലുള്ളതുകൊണ്ടാണ് തീരുമാനം വേഗത്തിൽ വന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. കേസിൽ തനിക്കുള്ള പിന്തുണ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് SFI വീടിന് മുന്നിൽ ഫ്ലെക്സ് വെച്ചതെന്നും ജയപ്രകാശ് ആരോപിച്ചു. വെറ്റിനറി സർവകലാശാല വൈസ് ചാൻസലർ എം.ആർ. ശശീന്ദ്രനാഥിനെ സസ്പെൻഡ് ചെയ്ത ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ തീരുമാനം സ്വാഗതം ചെയ്ത സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശ് തീരുമാനത്തിൽ സന്തോഷമല്ല, സംതൃപ്തിയാണുള്ളതെന്ന് പറഞ്ഞു. നട്ടെല്ലുള്ള ഒരു ഗവർണർ തന്നെയാണ് കിട്ടിയത്. അദ്ദേഹം നല്ല ബോൾഡായിട്ടുള്ള ആളാണ്. ഇനി നല്ല പ്രവർത്തനങ്ങൾ നടത്തിട്ട് എനിക്കിപ്പോൾ സന്തോഷമേ ഉള്ളൂ. സന്തോഷം എന്ന് പറയാൻ പറ്റില്ല, എനിക്ക് ഈ സമയത്ത് സന്തോഷിക്കാൻ പറ്റില്ല. എനിക്ക് തൃപ്തിയുണ്ട് എന്ന് തന്നെ പറയാം. റാഗിങ്ങിന് പിന്നിൽ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും നിയമത്തിന് പിന്നിൽ കൊണ്ടുവരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. മകൻ മരിച്ച ദിവസം BC വീട്ടിലെത്തി കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്ന് ഉറപ്പു നൽകിയിട്ടും അത് പാലിച്ചില്ല. ഈ സാഹചര്യത്തിൽ ഉത്തരവാദിത്തം നിറവേറ്റാത്തതിന്റെ പേരിലാണ് സസ്പെൻഷൻ ഉണ്ടായതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിലവിലുള്ള അന്വേഷണ ഉദ്യോഗസ്ഥനിൽ വിശ്വാസമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം SFI ഇതൊക്കെ ചെയ്യുന്നത് പാർട്ടിയുടെയും നേതാക്കളുടെയും സഹായമുള്ളതുകൊണ്ടാണെന്ന് സിദ്ധാർത്ഥന്റെ വീട് സന്ദർശിച്ച ശേഷം ശശി തരൂർ MP പറഞ്ഞു. ക്യാമ്പസുകളിലെ അക്രമങ്ങളെക്കുറിച്ച് സിറ്റിംഗ് ജഡ്ജിയെ വെച്ച് അന്വേഷണം നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഒരു സിറ്റിംഗ് ജഡ്ജിൻ്റെ ഒരു ഇൻക്വയറി വെച്ചിട്ട് നമ്മളുടെ ക്യാമ്പസസിൽ നടത്തുന്ന ഈ സോ കോൾ സ്റ്റുഡൻറ് രാഷ്ട്രീയം, ഇത് വിദ്യാർത്ഥികളുടെ രാഷ്ട്രീയമാണോ അതോ ക്രിമിനൽ എലിമെൻസിനെ പാർട്ടിയുടെ പേരിൽ ഇൻഫിൽട്രേറ്റ് ചെയ്തിട്ട് ഇവർ ഒരു റെയിൻ ഓഫ് ടെറർ നടത്തുവാണെന്ന് നമുക്കറിയില്ല. പക്ഷേ ഇതാണെങ്കിൽ ഇത് ഒരു ജഡ്ജ് കണ്ടുപിടിക്കണം. MLA-മാരായ മാത്യു കുഴൽനാടൻ, ചാണ്ടി ഉമ്മൻ, BJP ജില്ലാ അധ്യക്ഷൻ VB രാജേഷ്, യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ പ്രഫുൽ കൃഷ്ണൻ എന്നിവരും സിദ്ധാർത്ഥന്റെ വീട്ടിലെത്തി മാതാപിതാക്കളെ ആശ്വസിപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് നെടുമങ്ങാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏകദിന ഉപവാസവും സംഘടിപ്പിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം.